എല്ലാ കൂട്ടുകാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങളെ അടിസ്ഥാനമാക്കി ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഒന്നാമത്തെ ചിന്താവിഷയം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. മത്തായി 5:1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായ്മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ഗിരിപ്രഭാഷണങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. 5:3 വാക്യത്തിൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്ന് കാണുന്നു. ദൈവരാജ്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ അനുഷ്ഠിക്കേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട മനോഭാവവും ജീവിത ശൈലിയുമാണ് ഗിരിപ്രഭാഷണത്തിലൂടെ നാം കാണുന്നത്. രക്ഷിക്കപ്പെട്ട ഓരോ മക്കളും ഇന്ന് ദൈവരാജ്യത്തിലാണ് വസിക്കുന്നത്. കൊലോസ്യർ 1:13 ഇങ്ങനെ കാണുന്നു: നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. നാം എപ്പോൾ രക്ഷിക്കപ്പെട്ടോ ആ രക്ഷിക്കപ്പെട്ട സമയത്ത് ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് ഇപ്പോൾ സ്നേഹസ്വരൂപനായ കർത്താവിൻ്റെ രാജ്യത്തിൽ ആക്കി. ഇവിടെ ഇരുട്ടിൻ്റെ അധികാരമെന്ന് പറയുന്നത് പിശാചിൻ്റെ അധികാരമെന്നാണ്. ഈ പിശാചിൻ്റെ അധികാരത്തിൽ നിന്നുമാണ് യേശുവിൻ്റെ അധികാരത്തിൽ, യേശുവിൻ്റെ രാജ്യത്തിലാക്കി തീർത്തത്. ഒരു ദൈവപൈതലിൻ്റെ മനോഭാവവും ജീവിതശൈലിയും എന്തായിരിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് പാലിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കുമ്പോഴാണ് നമുക്ക് കർത്താവിൻ്റെ പ്രസാദം ലഭിക്കുന്നത്. യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന നമ്മുടെ മനോഭാവവും നമ്മുടെ ജീവിതശൈലിയും യേശു കർത്താവ് ഉപദേശിച്ചതിനനുസരിച്ചല്ലെങ്കിൽ ആ ആരാധന സ്വീകരിക്കുകയോ അതിൽ ദൈവം പ്രസാദിക്കുകയോ ചെയ്യുകയില്ല എന്ന സത്യം നാം തിരിച്ചറിയണം. നാം ചിന്തിക്കുന്ന ഈ ഗിരിപ്രഭാഷണങ്ങൾ നമ്മൾ പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ ലോകത്തിൽ നാം നോക്കുമ്പോൾ ഭാഗ്യവാന്മാരായി കാണപ്പെടുന്നത് വലിയ ജോലിയുള്ളവരും സമ്പത്തുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും ബാങ്ക് ബാലൻസ് ഉള്ളവരൊക്കെയാണ്. എന്നാൽ വചനം പറയുന്നത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നാണ്. ആത്മീകമായി വളരെ ദരിദ്ര അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ആത്മീകമായി ഞാൻ വളരെ പിൻപിലാണ്, ആത്മീകമായി ഞാൻ വളരെ കുറവുള്ളവനാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. എന്നിട്ട് ഈ അവസ്ഥ മാറണമെന്ന് നാം ആഗ്രഹിക്കണം. അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ നാം തയ്യാറാകണം. അങ്ങനെ മനസ്സ് വെക്കുന്ന ഒരു വ്യക്തി ഭാഗ്യവാനായി തീരും. നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും വചന ധ്യാന പഠനവും ദൈവത്തോടുള്ള അടുപ്പവും എങ്ങനെയുള്ളതാണെന്ന് അവനവൻ തന്നെ പരിശോധിച്ച് ദൈവത്തോട് കൂടുതലായി അടുക്കുവാൻ നാം തയ്യാറാകണം. പ്രാർത്ഥനാനിരതമായ ജീവിതം, രാവിലെയും വൈകിട്ടുമുള്ള കുടുംബ പ്രാർത്ഥന, ഒറ്റയ്ക്ക് ഇരുന്നുള്ള പ്രാർത്ഥന, ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥന, സഭയുടെ പ്രാർത്ഥനാ കൂടിവരവുകളിൽ സംബന്ധിക്കുക, ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ ശ്രമിച്ചാൽ ആത്മാവിലുള്ള ദരിദ്രാവസ്ഥ മാറുവാൻ ഇടയായിത്തീരും. പ്രാർത്ഥനയിലുള്ള നമ്മുടെ കുറവുകളെ നമുക്ക് മനസ്സിലാക്കി പ്രാർത്ഥനയിൽ മുന്നേറുവാൻ നമുക്ക് ശ്രമിക്കാം. ആത്മീക ദാരിദ്ര്യം മനസ്സിലാക്കി സ്വർഗത്തിലെ ദൈവത്തോട് അപേക്ഷിച്ച് അതിനുവേണ്ടി തന്നെ സമർപ്പിക്കുന്നവർക്ക് വേണ്ടിയുള്ള സ്വർഗരാജ്യം അവകാശമാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.